الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وآل محمد كما صليت على إبراهيم وآل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا وحبيبنا ومنجينا وهادينا ومرشدنا وشفيعنا وقدوتنا وقرة أعيننا محمد كما صليت وباركت على خليلك إبراهيم وآل خليلك إبراهيم في العالمين إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لله ملك السماوات والأرض يخلق ما يشاء يهب لمن يشاء إناثا ويهب لمن يشاء الذكور أو يزوجهم ذكرانا وإناثا ويجعل من يشاء عقيما إنه عليم قدير. ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ, തഖ്വയുള്ളവരായിരിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ കാലം, നമ്മൾ ജീവിക്കുന്ന വർത്തമാനകാലം ആവശ്യപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഓട്ടിസ്റ്റിക്കായിട്ടുള്ള ആളുകളുടെ ജീവിതം. മിക്ക കുടുംബങ്ങളിലും ഓട്ടിസം ബാധിച്ച ആളുകളുണ്ട്. മുമ്പൊക്കെ നമ്മൾ പറഞ്ഞിരുന്നത് ഓട്ടിസ്റ്റിക് ചിൽഡ്രൻ എന്നായിരുന്നു, ഓട്ടിസം ബാധിച്ച മക്കൾ. പക്ഷേ ഇന്ന് ചിൽഡ്രൻ എന്ന അവസ്ഥയിൽ നിന്ന് മാറുകയും ഓട്ടിസം ബാധിച്ച യുവാക്കളും അല്പം കൂടി കഴിഞ്ഞാൽ ഓട്ടിസം ബാധിച്ച വൃദ്ധരുമൊക്കെ ഉള്ള ഒരു ലോകം ആയിത്തീരുകയാണ്. ഓട്ടിസം പഴയ കാലത്ത് ഉള്ള ഒരു കാര്യമല്ല. അത് ഏതാണ്ട് ഒരു 10-70 വർഷങ്ങൾക്ക് മുൻപാണ് ലോകത്ത് ഓട്ടിസം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. 1943 ആദ്യമായി ഓട്ടിസ്റ്റിക് ചൈൽഡ് എന്ന നിലയിൽ ഒരാൾ സമൂഹത്തിൻ്റെ മുമ്പാകെ, വൈദ്യശാസ്ത്രത്തിൻ്റെ മുമ്പാകെ എത്തിപ്പെടുന്നത്. ഇന്ത്യയിലാകട്ടെ അത് 1962 ആദ്യമായി ഓട്ടിസം ബാധിച്ച ഒരാളെ ഇന്ത്യ കാണുന്നത്. എന്ന് വെച്ചാൽ ഈ ഒരു കാലയളവിനുള്ളിലാണ് ഓട്ടിസം ബാധിച്ച തലമുറ നമ്മുടെ ഇന്ത്യയിലുണ്ടായി തുടങ്ങിയത്, ലോകത്തുണ്ടായി തുടങ്ങിയത്. അന്ന് ഓട്ടിസ്റ്റിക് ചിൽഡ്രൻ ആയിരുന്നു, ഓട്ടിസം ബാധിച്ച പുതിയ ഇളം തലമുറയായിരുന്നു. അപ്പോൾ അവരെ എങ്ങനെ പാരൻ്റ് ചെയ്യണം, അവരോടുള്ള പെരുമാറ്റം എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ചുള്ള ധാരാളം പഠനങ്ങളും പരിശീലനങ്ങളുമൊക്കെ ധാരാളമായി ലോകത്ത് നടക്കുകയുണ്ടായി. കാരണം അന്നേ വരെ മനുഷ്യ സമൂഹത്തിന് പരിചയമില്ലാത്ത ഒരു വിഭാഗമാണ് ഈ ഓട്ടിസ്റ്റിക് എന്ന് പറയുന്ന ആളുകൾ. ഓട്ടിസം എന്ന് പറയുന്നത് ഒരു രോഗാവസ്ഥ എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് അതൊരു സ്പെക്ട്രം ഡിസോർഡറാണ്. അതുകൊണ്ട് തന്നെ അവരിൽ കോമൺ ആയിട്ടുള്ള, പൊതുവായിട്ടുള്ള അടയാളങ്ങളെ കണ്ടെത്തുക സാധ്യമല്ല. മറിച്ച് ഓരോരുത്തരും വ്യത്യസ്തരായിരിക്കും. ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ആളുകൾ ഓരോരുത്തരും വ്യത്യസ്തരായിരിക്കും. അവർക്ക് അസാധാരണമായ ചില കഴിവുകളുണ്ടാകും, അവർക്ക് ചില ദൗർബല്യങ്ങളുണ്ടാകും, ശരീരം വഴങ്ങാത്തവരുണ്ടാകും, ശരീരം തീരെ ചലിപ്പിക്കാൻ കഴിയാത്തവരുണ്ടാകും, ശരീരത്തിന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും വളരെ ഡിസോർഡറായിട്ടുള്ള ചിന്തകളുള്ളവരുണ്ടാകും. ഇങ്ങനെ പല വിധത്തിലുള്ള ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അന്ന് ഈ ഓട്ടിസം ബാധിച്ച കുട്ടികളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് അവർ യുവാക്കളായിട്ടുണ്ട്, മധ്യവയസ്കരായിട്ടുണ്ട്.
ചിലരെങ്കിലും വൃദ്ധരായിട്ടുണ്ട്. അപ്പോൾ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള തലമുറകളെ, വളരുന്ന ഈ തലമുറകളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള മതപരമായ ഒരു വീക്ഷണം ആണ് ഞാൻ ഇന്ന് ഈ ഖുത്തുബയിൽ പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാനിങ്ങനെ ഈ വിഷയം ഇവിടെ ഖുത്തുബയിലെടുക്കാൻ കാരണം, എനിക്ക് ലഭിക്കുന്ന ഫോൺ കോളുകളിൽ ഏറ്റവും ചുരുങ്ങിയതൊരു 10% ഓട്ടിസം ബാധിച്ച ആളുകളുടെ വീട്ടുകാരോ രക്ഷിതാക്കളോ വിളിക്കുന്നതാണ്. അവർ ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും മതപരമായ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഉത്തരം പറയാൻ ഞാനും എന്നെപ്പോലുള്ള ആളുകളും ബാധ്യസ്ഥരാണ്. അവരുടെ ജീവിതം, അവരുടെ ബാധ്യതകൾ, അനുഷ്ഠാനങ്ങൾ പോലുള്ള കാര്യങ്ങളിലുള്ള അവരുടെ ബാധ്യതകൾ, അവരുടെ ലൈംഗികത, അവരുടെ കുടുംബം, ഇങ്ങനെ തുടങ്ങി പല വിഷയങ്ങളും പലരും ചോദിക്കുന്നുണ്ട്. നേർക്ക് നേരെ രക്ഷിതാക്കൾ വിളിക്കുന്നവരുണ്ട്. രക്ഷിതാക്കൾ മരണപ്പെട്ടു പോയപ്പോൾ അവരുടെ സഹോദരന്മാരോ സഹോദരികളോ വിളിക്കാറുണ്ട്. അപൂർവമായിട്ടെങ്കിലും ഓട്ടിസം ബാധിച്ച ആളുകൾ തന്നെ വിളിക്കാറുണ്ട്. അത് മറ്റുള്ളവരുടെ സഹായത്തോടു കൂടിയായിരിക്കാം. ഇത്തരത്തിലുള്ള നിരന്തരമായ അന്വേഷണങ്ങൾ ഈ വിഷയം പഠിക്കാൻ എന്നെ പ്രേരിപ്പിക്കുകയും ആ വിഷയത്തിൽ ഞാൻ ചില കാര്യങ്ങൾ ഖുർആനികമായി മനസ്സിലാക്കുകയും ചെയ്തു. അതിൽ പ്രധാനപ്പെട്ടത്, ഓട്ടിസം ബാധിക്കുക എന്നുള്ളത് എന്തോ ഒരു വലിയ പരീക്ഷണമാണ്, അത് വലിയ ഭാരമാണ്. ഈ പരീക്ഷണമെന്ന് പറയുന്നിടത്ത് ഒരു ഭാരം എന്ന ഒരു ധ്വനിയുണ്ട്. എന്തോ ഒരു തലയിൽ കെട്ടിവെക്കുന്ന ഭാരമാണ് എന്ന അർത്ഥത്തിൽ. നാം ഈ സമൂഹത്തെ പലപ്പോഴും നോക്കിക്കാണുന്നത് ഈ നോക്കുന്നയാൾ പൂർണ്ണനാണ് എന്ന ഒരു ധാരണയിലാണ്. ഞാൻ പൂർണ്ണനാണ്, ഞാനാണ് മാതൃക, ഞാനാണ് മോഡൽ. അങ്ങനെ നമ്മെ സ്വയം മോഡലാക്കിക്കൊണ്ടാണ് നാം സമൂഹത്തെ കാണുന്നത്. അപ്പം ഞാൻ മോഡലാണെങ്കിൽ അയാളത്ര പൂർണ്ണനല്ലല്ലോ, ഇയാൾ പൂർണ്ണനല്ലോ, കാരണം എന്നെപ്പോലെയുള്ള കൈകാലുകളല്ല, എന്നെപ്പോലുള്ള സംസാരമല്ല, എൻ്റേത് പോലുള്ള നടത്തമല്ല. അതുകൊണ്ട് ഇങ്ങനെ നാം സ്വയം ഒരു പൂർണ്ണതയിൽ നിന്നുകൊണ്ട്, നാം സ്വയം ഒരു മാതൃകയായി സ്വീകരിച്ചുകൊണ്ടാണ് നാം മറ്റുള്ളവരെ അളക്കുന്നത്. അതുകൊണ്ടാണ് നാം കുറിയവനെന്ന്, നീണ്ടവനെന്ന് വിളിക്കുന്നത്. അപ്പോൾ നാം ഒരു മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നമ്മളാകുന്ന ഒരു മോഡൽ. അങ്ങനെയാണ് പലപ്പോഴും പല പേരുകൾ പോലും നമ്മൾ നൽകുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പൂർണ്ണത സൃഷ്ടാവിന് മാത്രമാണെന്നും നാം ഓരോരുത്തരും ഒരുപാട് ദൗർബല്യങ്ങളും കുറവുകളും പോരായ്മകളും കഴിവുകേടുകളും ഉള്ളവരാണെന്നും ബലഹീനതകളുള്ളവരാണെന്നും ആണ്. എല്ലാവർക്കും സാധ്യതകളുണ്ട്, കഴിവുകളുണ്ട്. എല്ലാവർക്കും പോരായ്മകളും ന്യൂനതകളും ഉണ്ട്. ഇത് മനസ്സിലാക്കിയാൽ നമുക്കുള്ള ഒരു കഴിവ് മറ്റൊരാൾക്കില്ല, പക്ഷേ നമുക്കില്ലാത്തൊരു കഴിവ് മറ്റൊരാൾക്കുണ്ട് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഈ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ആളുകളുടെ വലിയ ഒരു പഠനങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നൊരു വസ്തുത, അവർ അസാധാരണമായ മികവുള്ളവരായിരിക്കും ചില മേഖലകളിൽ എന്നുള്ളതാണ്. വളരെ അസാധാരണമായ, നമുക്കൊന്നും വിചാരിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള കഴിവുകളുള്ളവരായിരിക്കും. എത്രത്തോളം എന്ന് വെച്ചാൽ മനുഷ്യസാധ്യമെന്ന് തോന്നാത്ത വിധത്തിൽ, മനുഷ്യസാധ്യം എന്ന് വെച്ചാൽ ഒരു മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ഓർത്ത് വെക്കാൻ കഴിയാത്ത വിധം കാര്യങ്ങൾ ഓർത്ത് വെക്കാനുള്ള മനനശേഷിയുള്ള ആളുകളാണ് ചില ഓട്ടിസ്റ്റിക് പേഴ്സൺസ്. അതുപോലെ കാലഗണനയൊക്കെ കമ്പ്യൂട്ടറിനേക്കാൾ വേഗത്തിൽ കണക്ക് കൂട്ടി പറയാൻ കഴിയുന്ന ചില ഓട്ടിസ്റ്റിക് പേഴ്സൺസിനെ നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ 1000 വർഷങ്ങൾക്കപ്പുറത്തുള്ള ഏതെങ്കിലും ഒരു ഡേറ്റ് പറയുമ്പോൾ ആ ഡേ ഏതാണെന്ന് കണക്ക് കൂട്ടാതെ പറഞ്ഞു തരാൻ കഴിവുള്ള അങ്ങനെയുള്ള ധാരാളം ആളുകൾ നമുക്ക് കാണാം. നമുക്ക് തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഓട്ടിസ്റ്റിക് പേഴ്സൺസിനെ നമ്മൾ അന്വേഷിച്ചാൽ നമ്മളെ അവർ അത്ഭുതപ്പെടുത്തി കളയും. അപ്പോൾ കഴിവുകൾ എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. നമുക്ക് 2 കാലം എഴുന്നേറ്റ് നടക്കുന്ന വലിയ കുഴപ്പമൊന്നുമില്ല നമ്മൾ വിചാരിക്കുന്ന നമുക്കൊക്കെ ഉള്ള കഴിവുകൾക്ക് 10 മടങ്ങ് കഴിവുകൾ ഒരു ഭാഗത്തുണ്ട്. അപ്പോൾ നാം പൂർണ്ണരാണ് എന്ന തലത്തിൽ മറ്റുള്ളവരെ അളക്കാതെ, അങ്ങനെ അളക്കുമ്പോഴാണ് ഇതൊക്കെ പ്രശ്നമായി വരുന്നത്. അങ്ങനെയല്ല യഥാർത്ഥത്തിൽ വേണ്ടത്. അള്ളാഹു ഓരോരുത്തരെയും, ഇസ്ലാമിക കാഴ്ചപ്പാടിൽ അള്ളാഹു ഓരോ മനുഷ്യനെയും സൃഷ്ടിക്കുന്നത്, അത് ഓട്ടിസ്റ്റിക് ആകട്ടെ നോൺ ഓട്ടിസ്റ്റിക് ആകട്ടെ, എല്ലാവരെയും സൃഷ്ടിക്കുന്നത് സ്വതന്ത്രരായിട്ടാണ്, ആ അർത്ഥത്തിൽ പൂർണ്ണരായിട്ടാണ്. ഓരോരുത്തരും അതാത് അർത്ഥത്തിൽ പൂർണ്ണമാണ്. അത് അള്ളാഹുവിൻ്റെ മനുഷ്യരുടെ മാത്രം കാര്യത്തിലല്ല, എല്ലാം ഒന്നിനെ മാതൃകയാക്കിക്കൊണ്ടല്ല പടച്ചോ മറ്റൊന്നിനെ സൃഷ്ടിക്കുന്നത്. അള്ളാഹുവിന് അവൻ്റെ സൃഷ്ടി മാതൃകയല്ല. അള്ളാഹു ഒരു ഫാക്ടറി ഉടമയല്ല.
ഫാക്ടറിയിൽ നിന്നാണല്ലോ ഒന്ന് പോലുള്ള മറ്റൊന്നുണ്ടായിത്തീരുക. പക്ഷേ അള്ളാഹു ഓരോന്നും സൃഷ്ടിക്കുന്നത് വ്യത്യസ്തമാണ്, യുനീക്കാണ്. ഓരോരുത്തർക്കും നൽകുന്ന കഴിവ്. അതുകൊണ്ടാണ് ഈ ലോകത്ത് ഒരില പോലെ മറ്റൊരു ഇലയില്ല എന്ന് പറയുന്നത്. ഒരു ഇല പോലെ മറ്റൊരു ഇലയില്ല, ഒരു മനുഷ്യനെ പോലെ മറ്റൊരു മനുഷ്യനില്ല. എല്ലാവരും വ്യത്യസ്തരാണ്, എല്ലാവരും വെവ്വേറെ കഴിവുകളുള്ളവരാണ്, വെവ്വേറെ കുറവുകളുള്ളവരാണ്. അപ്പോൾ ഈ രീതിയിൽ അള്ളാഹു ഓരോരുത്തരെയും വെവ്വേറെ സൃഷ്ടിക്കുന്നു എന്ന് നമ്മളറിയണം. അതുകൊണ്ട് തന്നെ ഒരാൾ മറ്റൊരാൾക്ക് പരീക്ഷണമായി തീരുന്നില്ല. ലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റ എന്നൊരായത്തുണ്ട് ഖുർആനിൽ. ഒരാളുടെ ഭാരം മറ്റൊരാൾ ചുമക്കേണ്ടതില്ല. ഇത് പാപത്തെക്കുറിച്ച് മാത്രമല്ല, മറ്റൊരു തരത്തിലുമില്ല. പിന്നെ സംരക്ഷിക്കുക എന്നുള്ളത്, അത് രക്ഷിതാവാണെങ്കിൽ സംരക്ഷിക്കണം. രക്ഷിതാവാണ്, മക്കളെ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ മാതാപിതാക്കളുടെ കടമയാണ് മക്കളെ സംരക്ഷിക്കുക എന്നുള്ളത്. അത് സ്വാഭാവികമാണ്. അത് എത്ര വരെ എന്ന് ചോദിച്ചാൽ അവർക്ക് കഴിവുണ്ടാകുന്നത് വരെ. ചില കുട്ടികൾക്ക് 5-ാം വയസ്സിൽ തന്നെ ചില കുട്ടികൾ വളരെ മെച്യൂർഡായിട്ട് പെരുമാറും, വളരെ പക്വതയുള്ളവരാകും. അവർ 5 വയസ്സ് വരെയാണ് നോക്കേണ്ടത്. ചില ആളുകൾ 15 വയസ്സ് വരെ ആയിരിക്കും, ചില ആളുകൾക്ക് 30 വയസ്സായാലും മെച്യൂരിറ്റി ഉണ്ടാവില്ല. അപ്പോൾ അത് ഓരോരുത്തരുടെയും പ്രകൃതം അനുസരിച്ചാണ്. അതൊരു മറ്റൊരർത്ഥത്തിലുള്ള പരീക്ഷണമോ ഭാരമോ ആയിട്ടല്ല കണക്കാക്കേണ്ടത് എന്ന് നമ്മളറിയണം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു വസ്തുത, അള്ളാഹുവിൻ്റെ ഒരു സിഫത്ത്, അത് ഇത് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടതാണ്. അള്ളാഹുവിൻ്റെ ഒരു സിഫത്ത് ബദിയ് എന്നാണ്. ബദിയ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒന്നിനും മാതൃക സ്വീകരിക്കാത്തവൻ എന്നാണ്. അള്ളാഹു ഒന്നിനും മാതൃക സ്വീകരിക്കുന്നില്ല എന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ ഓരോ കർമ്മവും ഓരോ ക്രിയയും ഓരോ വൃത്തിയും വ്യത്യസ്തമാണ്. അത് മറ്റൊന്നിനെ മാതൃകയാക്കിക്കൊണ്ടുള്ളതല്ല. ഇത് മനസ്സിലാക്കിയാൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും, ഈ ലോകത്തുള്ള എല്ലാ സൃഷ്ടികൾക്കും വ്യത്യസ്തങ്ങളായ കഴിവുകളും ദൗർബല്യങ്ങളുമുണ്ട്. അക്കൂട്ടത്തിൽപ്പെട്ടതാണ് ഓട്ടിസ്റ്റിക് പേഴ്സൺസ് എന്ന് പറയുന്ന വിഭാഗം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി നമുക്ക് ചിന്തിക്കാനുള്ളത് ഈ വിഭാഗത്തോടുള്ള സമൂഹത്തിൻ്റെ മനോഭാവമാണ്. ഈ ഓട്ടിസ്റ്റിക് പേഴ്സൺസ് ഈ കല്യാണമൊക്കെ നടക്കുമ്പോൾ ഇവരെ മറച്ചു വെക്കാനുള്ള ചില ടെൻഡൻസി ഉണ്ടാകും ആളുകളുടെ കൂട്ടത്തിൽ. ആളുകൾക്ക് ഇവരെ ഒരു റൂമിൻ്റെ അകത്ത് വിളിച്ചിട്ട് എന്തിനാണത്? യഥാർത്ഥത്തിൽ അവർ നിങ്ങളുടെ മറ്റു മക്കളെ പോലെ. എനിക്ക് ഓർമ്മ വരുന്നത്, ഞാനൊരു വിവാഹത്തിൽ പങ്കെടുത്തു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. ആ വിവാഹത്തിൽ പങ്കെടുത്തപ്പോൾ വിവാഹത്തിൽ ആ കുടുംബത്തിലുള്ള ആളുകളെ പരിചയപ്പെടുത്തുന്ന ഒരു ചെറിയ സ്വാഗത പ്രഭാഷണത്തിൽ ആ കുടുംബത്തിൽ പരിചയപ്പെടുത്തുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. അങ്ങനെ പരിചയപ്പെടുത്തുമ്പോൾ ആ രക്ഷിതാവിൻ്റെ മകളുടെ നിക്കാഹിൽ ഇയാൾക്ക് ഇത്ര ആങ്ങളുണ്ട് എന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ ഒരാളുടെ പേര് പറഞ്ഞില്ല, ഓട്ടിസ്റ്റിക് ആയിരുന്നു. ഞാൻ ആലോചിച്ച് നോക്കണം, സ്വന്തം മകനെ സമൂഹത്തിന് മുന്നിൽ പരിചയപ്പെടുത്തുന്നിടത്തു നിന്ന് മാറി നിൽക്കുന്ന ഒരു മനോഭാവം. ഇത് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഇസ്ലാമികമായിട്ട് ധാർമ്മികമായിട്ട് നാം ഇതിനെ എങ്ങനെയാണ് ന്യായീകരിക്കുക? ഒളിപ്പിച്ചു വെക്കുക. അങ്ങനെ ഒളിപ്പിച്ചു വെക്കേണ്ടുന്നൊരു കേസാണോ ഇത്? ഇതൊരു കുറ്റമാണോ? നിങ്ങൾക്കൊരു ഓട്ടിസ്റ്റിക് പേഴ്സൺ ഉണ്ടായി, നിങ്ങൾക്കൊരു ഓട്ടിസ്റ്റിക് ചൈൽഡ് ഉണ്ടായി എന്നുള്ളത് നിങ്ങളുടെ കുറ്റമാണോ? ആ കുട്ടിയുടെ കുറ്റമാണോ? അള്ളാഹുവിൻ്റെ കുറ്റമാണോ? സമൂഹത്തിൻ്റെ കുറ്റമാണോ? എന്തിനാണ് മറച്ചു വെക്കുന്നത്? എനിക്കൊരു ഓട്ടിസ്റ്റിക് ചൈൽഡ് ഉണ്ട് എന്ന് തുറന്നു പറയുന്നതിനുള്ള നിങ്ങളുടെ തടസ്സം എന്താണ്? അത് നിങ്ങൾക്ക് അപമാനമായി തീരുന്നത് എങ്ങനെയാണ്? ഇത് വലിയൊരു പ്രശ്നമല്ലേ? അങ്ങനെ മറച്ചു വെക്കേണ്ടതാണോ? ഇനി ഈ പോകുന്ന ആളുകളോ വിവാഹത്തിൽ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ളൊരു കുട്ടിയുണ്ടെന്ന് അറിഞ്ഞാൽ വിവാഹത്തിൽ നിന്ന് പിന്മാറുകയാണ്. നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്നൊരു കുട്ടി ഓട്ടിസ്റ്റിക് അല്ല നിങ്ങളോട് ആര് പറഞ്ഞു? അങ്ങനെയല്ലാന്ന് ആരെങ്കിലും ഉറപ്പ് വന്നിട്ടുണ്ടോ? ഓട്ടിസ്റ്റിക് ഒരു കുട്ടി ജനിക്കുക എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ശാപമാണോ? എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങളെ യാഥാർത്ഥ്യബോധത്തോടു കൂടി കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ്? അപ്പോൾ സമൂഹത്തിൽ ഈ ഓട്ടിസ്റ്റിക് പേഴ്സൺസിനോടുള്ള മനോഭാവത്തിൽ വലിയ മാറ്റം വരേണ്ടതായിട്ടുണ്ട്. അള്ളാഹു താല പറയുന്നുണ്ടല്ലോ, ഞാനിവിടെ വായിച്ച ആയത്തിൽ, അള്ളാഹു ചില ആളുകൾക്ക് ആൺകുട്ടികളെ കൊടുക്കും, ചില ആളുകൾക്ക് പെൺകുട്ടികളെ കൊടുക്കും, ചില ആളുകൾക്ക് ഒന്നും കൊടുക്കില്ല. ഇത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. ഈ തീരുമാനത്തെ നിങ്ങൾ മറ്റൊരർത്ഥത്തിൽ മറികടക്കാൻ ശ്രമിക്കരുത്. ഒളിപ്പിച്ചു വെച്ചിട്ട്, പറയാതിരുന്നിട്ട്, അകത്ത് ജയിലിലാക്കിയിട്ട് അവനെ അഭിമാനത്തോടു കൂടി നിങ്ങൾ കാണിക്കണം, ഇതെൻ്റെ കുഞ്ഞാണ്, ഇവൻ ഓട്ടിസ്റ്റിക്കാണ്, അവൻ്റെതായ കഴിവുകളും ദൗർബല്യങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കാൻ ധൈര്യം കാണിക്കണം. മറ്റുള്ളവർക്ക് മുമ്പിലേക്ക് പ്രദർശിപ്പിക്കാൻ പറ്റാത്തൊരു വസ്തുവല്ല. മറ്റുള്ള എല്ലാവരെയും പോലെ, നിങ്ങളുടെ മറ്റുള്ള കുട്ടികളെ പോലെ തന്നെ ഒരു കുഞ്ഞാണിത്, അല്ലെങ്കിൽ യുവാവാണ്. നിങ്ങൾക്ക് 20, 25, 30 വയസ്സുള്ള നിങ്ങളുടെ മകനോ മകനോ ആണ്
എന്ന് മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട്. ശരീരം വഴങ്ങുന്നില്ല. അത് ആരോഗ്യവാനായിട്ട് ജനിച്ചിട്ട് രോഗം വന്നൂടെ? അങ്ങനെ സംഭവിച്ചൂടെ? ആരോഗ്യവാനായി ജനിച്ചു, നല്ല ആരോഗ്യത്തോടു കൂടി ജീവിച്ചു, പെട്ടെന്നൊരു ദിവസം ഒരു രോഗം വന്നു, ശരീരം തളർന്നുപോയി, എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് പക്ഷാഘാതം വന്ന് മുഖമങ്ങ് കൂടിപ്പോയി, എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ മകനല്ല മകളല്ല എന്ന് പറയോ? എൻ്റെ ഉപ്പയല്ല ഉമ്മയല്ല എന്ന് പറയോ? ഇത് ജന്മന അങ്ങനെയാണ്. എന്താ വ്യത്യാസം? അപ്പോൾ എന്തിനാണ് ഇത് ഒരു അപമാനമാണ് എന്ന് വിചാരിക്കുന്നത്? സമൂഹം ഉണ്ടാക്കി വെച്ച തെറ്റായ ധാരണകളുടെ, അബദ്ധങ്ങളായ വീക്ഷണങ്ങളുടെ പ്രശ്നമാണത്. മൊത്തത്തിൽ മാറേണ്ടതുണ്ട്. സമൂഹം മൊത്തത്തിൽ ആ അർത്ഥത്തിൽ മാറേണ്ടതുണ്ട്. ഇനി നമ്മൾക്ക് പരിശോധിക്കാനുള്ളത് അവരുടെ ജീവിതത്തെക്കുറിച്ചാണ്. ഈ ഓട്ടിസ്റ്റിക് പേഴ്സൺസിൻ്റെ ജീവിതം എന്താണ്? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലാ യുകല്ലിബുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ എന്ന ആയത്താണ്. ഇസ്ലാമിൻ്റെ അടിസ്ഥാനമാണത്. എന്നോട് ചോദിക്കുന്ന പല രക്ഷിതാക്കളും ചോദിക്കുന്നത്, എൻ്റെ കുട്ടി നിസ്കരിക്കാൻ കഴിയുന്നില്ല, എൻ്റെ കുട്ടിക്ക് നോമ്പെടുക്കാൻ കഴിയുന്നില്ല, അവന് 20 വയസ്സായി 25 വയസ്സായി, അപ്പോൾ നരകത്തിൽ പോകുമെന്നൊക്കെയാണ്. നമ്മൾ ആലോചിക്കേണ്ടത് ഓരോരുത്തർക്കുള്ള നിയമം വ്യത്യസ്തമാണ്. അങ്ങനെയുള്ള ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾക്ക് ഉള്ള അല്ലെങ്കിൽ യുവാക്കൾക്കുള്ള നിയമം മറ്റുള്ളവർക്കുള്ള നിയമമല്ല. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവരെ നിർബന്ധിക്കരുത്. കാരണം അവരുടെ ശരീരം, അവരുടെ മനസ്സ്, അവരുടെ ചിന്ത, ഇതൊക്കെ നമ്മൾ പരിഗണിക്കണം. ആ അർത്ഥത്തിൽ നിർബന്ധിച്ചിട്ട് ചെയ്യിക്കേണ്ടതല്ല അതൊന്നും അല്ല കാര്യം എന്നുള്ളതാണ്. അവരുടെ ലൈംഗികത അതൊരു വിഷയമാണ്. അവർക്ക് ബയോളജിക്കലായിട്ടുള്ള ആവശ്യങ്ങളുണ്ട് മറ്റുള്ളവർക്കുള്ളതുപോലെ. ഇത് അഡ്രസ്സ് ചെയ്യപ്പെടണം. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയാതാകുമ്പോൾ ചിലപ്പോൾ അവർ വയലൻ്റ് ആകും, അല്ലെങ്കിൽ അവർക്ക് മറ്റുള്ള ഏതെങ്കിലും തരത്തിലുള്ള അതിൻ്റെ ഒരു റിയാക്ഷൻ ഉണ്ടാകും. അങ്ങനെയുള്ള ആളുകളുടെ ലൈംഗികത അവർക്ക് മാസ്റ്റർബേറ്റ് ചെയ്യാൻ, അവർക്ക് സ്വയംഭോഗം ചെയ്യാൻ പരിശീലനം കൊടുക്കണം. ഇത് കേട്ടിട്ട് മതക്കാരും ഇളകി വരണ്ട. ഞാനൊരു ഖുത്തുബയിൽ മിമ്പറിൽ വെച്ചാൽ പറയുന്നത്, മാസ്റ്റർബേറ്റ് ചെയ്യാനുള്ള, സ്വയംഭോഗം ചെയ്യാനുള്ള പരിശീലനം കൊടുക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണത്. അതിനും കഴിയാത്ത ആളുകളാണെങ്കിൽ അതിനവരെ സഹായിക്കണം. ഇത് ആലോചിക്കേണ്ട ഒരു സംഗതിയാണ്. ഒരാൾ ഓട്ടിസ്റ്റിക് ആകുന്നു എന്നതിനർത്ഥം അയാൾക്ക് ഒരു ആവശ്യമില്ല എന്നല്ല. അയാൾക്ക് വിശപ്പുണ്ട്, ദാഹമുണ്ട്, കാമമുണ്ട്. വിശപ്പും ദാഹവും നിങ്ങൾ തീർത്തു കൊടുക്കുന്നത് പോലെ തന്നെ അവരുടെ കാമവും തീർത്തു കൊടുക്കാൻ ബാധ്യതയുണ്ട്. അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാകും. അവർ വയലൻ്റാകും. അവർക്ക് പല പ്രശ്നങ്ങളുണ്ടാകും. അവർ മറ്റുള്ളവരുടെ സദാചാര നിയമങ്ങളല്ല അവർക്ക്, മറ്റുള്ളവർക്കുള്ള ലൈംഗിക നിയമങ്ങളല്ല അവർക്കുള്ളത്. നമ്മുടെ വീട്ടിൽ നമുക്ക് ജ്യേഷ്ഠനുണ്ടാകാം, അനുജനുണ്ടാകാം, പെങ്ങളുണ്ടാകാം, മകനുണ്ടാകാം, മകളുണ്ടാകാം, ഉപ്പയുണ്ടാകാം, ഉമ്മയുണ്ടാകാം. ഇത് ഞാൻ വെറും ഓട്ടിസ്റ്റിക് പേഴ്സൺസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല പറയുന്നത്. ഡിമെൻഷ്യ ബാധിച്ചിട്ടുള്ള, അൾഷിമേഴ്സ് ബാധിച്ചിട്ടുള്ള, സ്വയം മുഖം പോലും കണ്ണാടിയിൽ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ രോഗം ബാധിച്ചിട്ടുള്ള ആളുകൾക്ക് കൂടി ഞാൻ പറയുന്നത് ബാധകമാണ്. ഇങ്ങനൊരു ഫിഖ് ഉണ്ടാകേണ്ടതുണ്ട്. ഇങ്ങനൊരു കർമ്മശാസ്ത്രം വിപുലമായി വരേണ്ടതുണ്ട്. ഇവരെ ഉൾക്കൊള്ളുന്ന മതം അല്ലെങ്കിൽ മതം പൂർണ്ണമാകുന്നത് എങ്ങനെ? ഓട്ടിസ്റ്റിക് ബാധിച്ചിട്ടുള്ള 54 കുട്ടികളിൽ ഒരു കുട്ടി ഓട്ടിസ്റ്റിക് ആണെന്നാണ് ഏറ്റവും പുതിയ പഠനം പറയുന്നത്. ഒരു 5 കൊല്ലം മുമ്പ് പറഞ്ഞത് അത് 65 കുട്ടികളിൽ ഒരു കുട്ടി എന്നാണ്. ഇന്ന് ലോകത്ത് 54 കുട്ടികൾ ജനിക്കുമ്പോൾ ഒരു കുട്ടി ഓട്ടിസ്റ്റിക്കാണ്. നമുക്കിത് അഡ്രസ്സ് ചെയ്യാതെ പോകാൻ കഴിയില്ല. അപ്പോൾ മതം അവരുടെ ജീവിതത്തെ അടയാളപ്പെടുത്തണം. അവർക്ക് ദാമ്പത്യ ജീവിതം പറ്റുമെങ്കിൽ മാത്രം അവരുടെ ജീവിതം അങ്ങ് നന്നായി പോകുമല്ലോ എന്ന് കരുതി മറ്റൊരാളുടെ ജീവിതം നമ്മൾ ഹോമിക്കരുത്. അവർക്ക് നല്ല നിലയ്ക്ക് ദാമ്പത്യ ജീവിതം സാധിക്കുമെന്ന് തോന്നുന്നുവെങ്കിൽ അവർക്ക് ഇണകളെ ഉണ്ടാക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ ഈ രീതിയിലുള്ള വഴിയാണ് നോക്കേണ്ടത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ ഇസ്ലാമാണ് പറയുന്നത്. വിശുദ്ധ ഖുർആൻ അള്ളാഹു ആർക്കും ദുരിതമുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ലാ യുരീദുല്ലാഹു ബിക്കുമുൽ ഉസ്റ, അള്ളാഹു നിങ്ങൾക്ക് ദുരിതം ഉദ്ദേശിക്കുന്നില്ല. ഇത് നാം മനസ്സിലാക്കണം. ഈ രീതിയിൽ കാര്യങ്ങൾ ഗ്രഹിക്കുമ്പോഴാണ് ജീവിതം സുന്ദരമായി തീരുന്നത്. അപ്പോഴാണ് ജീവിതം അള്ളാഹു ഉദ്ദേശിച്ച വിധത്തിലുള്ളതായി തീരുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്
അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദിൻ സയ്യിദുൽ കൗലൈൻ മഹ്ബൂബി റബ്ബിൽ മശ്രിഖൈൻ വൽ മഗ്രിബൈൻ ഖാതമിൽ അംബിയാഇ സയ്യിദുൽ മുർസലീൻ മുറാദിൽ മുഷ്താഖീൻ മഹ്ബൂബിൽ ആശിഖീൻ ജദ്ദിൽ ഹസനി വൽ ഹുസൈൻ സാഹിബിൽ ഹറമൈനി വബ്നി ദബീഹൈൻ സയ്യിദിന മുഹമ്മദ് ഇബ്നി അബ്ദുല്ലാഹി ഇബ്നി അബ്ദുൽ മുത്തലിബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി. സഹോദരങ്ങളെ, തഖ്വയുള്ളവരായിരിക്കണമെന്ന് ഒന്നുകൂടി ഉണർത്തുകയാണ്. ഈ രോഗികളെ പരിചരിക്കുന്നിടത്ത്, അല്ലെങ്കിൽ ഓട്ടിസം ബാധിച്ചതുപോലുള്ള ആളുകളെ പരിചരിക്കുന്നിടത്ത് ഉള്ള ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നിങ്ങളൊക്കെ കേട്ട ഒരു ചരിത്രമുണ്ട്, ഒരു കഥ പോലുള്ള ചരിത്രം. അതിതാണ്, ഉമറുൽ ഫാറൂഖ്, ഉമറുൽ ഖത്താബ് ഖലീഫയായിരിക്കെ രാത്രി ഒരു വീട്ടിൽ ചെല്ലുകയും ആ വീട്ടിലുള്ള രോഗിയായ ഒരു വൃദ്ധയെ പരിചരിക്കുകയും അവരെ കുളിപ്പിക്കുകയും അവർക്ക് ഭക്ഷണം വിളമ്പിക്കൊടുക്കുകയും ചെയ്ത് തിരിച്ചു വരുന്നൊരു കഥ കേട്ടതാണ്, എല്ലാവരും കേട്ടിട്ടുമുണ്ട്. അപ്പോൾ രാത്രി എങ്ങോട്ടാണ് ഉമർ പോകുന്നതെന്നറിയാൻ വേണ്ടിയിട്ട് തൽഹ അദ്ദേഹത്തിൻ്റെ പുറകെ പോവുകയും അദ്ദേഹം ഈ വീട്ടിൽ കയറി നോക്കുമ്പോൾ ഉമ്മയെ കാണുകയും അന്ധയായ ആ വൃദ്ധയായ സ്ത്രീയോട് കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തപ്പോഴാണ്, ഇങ്ങനെ ഒരാൾ വരുന്നുണ്ട്, എനിക്ക് ആരാണെന്നറിയില്ല, പക്ഷേ എനിക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തരും, കുളിപ്പിക്കും, എൻ്റെ വസ്ത്രം വൃത്തിയാക്കും, അദ്ദേഹം എനിക്ക് ഭക്ഷണമൊക്കെ വെച്ച് തന്നിട്ടാണ് പോകുന്നത്, എല്ലാ ദിവസവും വരും. അപ്പോഴാണ് തൽഹ പറയുന്നത്, അറിവുണ്ടോ ഹേ ഉമ്മ അതാരാണെന്ന്, അവരാണ് അമീറുൽ മുഅ്മിനീൻ ഉമർ എന്ന് തഴവ പറഞ്ഞിട്ടുണ്ട്, ആ കഥ പറഞ്ഞിട്ടുണ്ട്, അത് ഉമറാണെന്ന്. ഇവിടെ ചില ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കണം. ഒരു അന്യപുരുഷൻ അന്യ സ്ത്രീയെ കാണാൻ പറ്റുമോ? ഫിഖ്ഹിൽ മറുപടി പറ. ഒരു അന്യപുരുഷൻ അന്യ സ്ത്രീയെ കാണാൻ പറ്റുമോ? ഇവിടെ ഉമർ പോവുകയാണ്. എന്നിട്ട് അതിന് ശേഷം കാണൽ മാത്രമല്ല, കുളിപ്പിക്കണം. കണ്ണ് അടച്ചിട്ട് കണ്ണിന് ഇത് കെട്ടിയിട്ട് കുളിപ്പിക്കാൻ പറ്റുമോ? ഉമർ കുളിപ്പിക്കുന്നുണ്ട്. ആ കുളിപ്പിച്ചാൽ പോരല്ല, അവരെ തോർത്തി അവർക്ക് പുതിയ ഡ്രസ്സൊക്കെ കുളിപ്പിക്കണ്ടേ? അപ്പോൾ ഏതൊക്കെ ഭാഗങ്ങൾ കാണും? എവിടെ ഫിഖ്? ഉമറിന് ഫിഖ് അറിയില്ല, ഉമർ ദർസിൽ ഓതിയിട്ടുണ്ടാവില്ല അല്ലേ? ഉമർ ദർസിൽ പോയിട്ടുണ്ടാവില്ല. എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഉമർ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് വരുന്നത്. ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കണം. ഒരു രോഗിയെ പരിചരിക്കുമ്പോൾ അവിടെ മനുഷ്യന്മാർ മാത്രമേ ഉള്ളൂ. അവിടെ രണ്ട് മനുഷ്യന്മാരാണ്. അവിടെ ലിംഗഭേദമില്ല, മറ്റ് ഭേദങ്ങളൊന്നുമില്ല. ഇതാ നന്നായിട്ട് അറിയാവുന്ന ആളുടെ പേരാണ് ഉമർ, അത് ഒട്ടും അറിയാത്ത ആളുടെ പേരാണ് മുസ്ലിയാക്കന്മാരും മുല്ലാക്കന്മാരും. അതുകൊണ്ടാണ് ഉമറിനത് കഴിഞ്ഞത്. അല്ലെങ്കിൽ ഇവർ ഫിഖ്ഹ് കൊണ്ട് വരുമായിരുന്നു. അപ്പോൾ രോഗികളെ പരിചരിക്കുമ്പോൾ മനുഷ്യനെന്ന പരിഗണനയാണ് കൊടുക്കേണ്ടത്. അതാണ് ഉമർ കൊടുത്തത്. മനുഷ്യനെന്ന പരിഗണന കൊടുക്കണം. ഓട്ടിസ്റ്റിക്കായിട്ടുള്ള ആളുകളെ പരിചരിക്കുമ്പോഴും മനുഷ്യനെന്ന പരിഗണനയാണ് കൊടുക്കേണ്ടത്. അവിടെ അവൻ്റെ അല്ലെങ്കിൽ അവളുടെ കാര്യമല്ല. ആ പരിഗണന കൊടുത്തുകൊണ്ടാണ് നാം ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യേണ്ടത്. നമ്മുടെ മുന്നിലുള്ളത് നമ്മെപ്പോലെ ചലിക്കാൻ കഴിയാത്ത, ശരീരം ചലിപ്പിക്കാൻ കഴിയാത്ത, ആവശ്യങ്ങൾ ഒരു പക്ഷേ പറയാൻ കഴിയാത്ത, അത് പ്രകടിപ്പിക്കാൻ കഴിയാത്ത, പല കാര്യങ്ങളിലും നിസ്സഹായതയുള്ള ഒരാളാണ് എന്ന ബോധ്യത്തിലാണ് അവർ കൈകാര്യം ചെയ്യേണ്ടത്. ആ രീതിയിൽ കൈകാര്യം ചെയ്യണം. അപ്പോഴാണ് യഥാർത്ഥത്തിൽ അവർക്ക് പരിചരണമാകുന്നത്. പലപ്പോഴും ആളുകൾ വിചാരിക്കുന്നത് പരിചരണം എന്ന് പറഞ്ഞാൽ മരുന്ന് കൊടുക്കലാണെന്നാണ്. മരുന്നങ്ങ് തൊള്ളയിലിട്ട് കൊടുത്താൽ പരിചരണമായി അല്ല, അവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കൽ കൂടിയാണത്. അങ്ങനെയാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവരെ ഉൾക്കൊള്ളുന്നവരായി നമുക്ക് മാറാൻ സാധിക്കുന്നത്. ആ അർത്ഥത്തിൽ കാര്യങ്ങൾ പഠിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത് طيب ثراهم واجعل الجنة مأواهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر الدعاء الحمد لله.